കെ സുധാകരൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പിണറായി വിജയനും കൂട്ടർക്കുമുണ്ടാകുന്ന ആ വിറയൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കരച്ചിലായി മാറിയിരിക്കുകയാണ്. കൊച്ചിയിലെ മഹാപഞ്ചായത്ത് വേദിയിൽ രാഹുൽ ഗാന്ധി കെ സുധാകരനെ മാറ്റി നിർത്തിയെന്ന് പ്രചരിപ്പിച്ച് സ്വയം ആശ്വസിക്കാൻ നോക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. സുധാകരൻ എന്ന കരുത്തനായ നേതാവ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വരുത്താൻ പോകുന്ന ആഘാതം എത്ര വലുതാണെന്ന് ശരിക്കും ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ കൂട്ടക്കരച്ചിൽ. പിണറായി വിജയന്റെ അതേ നാട്ടുകാരനായി ജനിച്ചുപോയതിൽ ലജ്ജിക്കുന്നുവെന്നും ലോകം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ മുഖ്യമന്ത്രിയായ നാട്ടിൽ ജീവിക്കുന്നത് തന്നെ അപമാനമാണെന്നും വെട്ടിത്തുറന്നു പറഞ്ഞ സുധാകരന്റെ ആർജവം സഖാക്കൾക്ക് ഇന്നും ദഹിച്ചിട്ടില്ല. കൊച്ചി വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധി വിമാനമിറങ്ങിയപ്പോൾ അവിടെ തിങ്ങി നിറഞ്ഞ നേതാക്കൾക്കിടയിൽ നിന്ന് രാഹുൽ ഗാന്ധി പ്രത്യേകമായി ചേർത്ത് നിർത്തി സംസാരിച്ചത് കെ സുധാകരനോട് മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയും ആത്മബന്ധം പുതുക്കിയും രാഹുൽ നൽകിയ ആ പരിഗണന കാണുമ്പോൾ കണ്ണു തള്ളിയത് CPM-നാണ്. ഇനി വേദിയിലെ ആ സീറ്റ് വിവാദം ഉയർത്തുന്നവരോട് സുധാകരനെ രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു തന്റെ അടുത്ത് പിടിച്ചിരുത്തിയത്. എന്നാൽ പ്രോട്ടോകോൾ പ്രകാരം അധ്യക്ഷന്റെ കസേര നിശ്ചിത സ്ഥാനത്തിരിക്കണമെന്ന കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് മാറിയിരുന്നത്. ഇത് കണ്ട് സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന സണ്ണി ജോസഫിന്റെ ദൃശ്യങ്ങൾ പോലും വളച്ചൊടിച്ച് വാർത്തയാക്കുന്ന സഖാക്കളുടെ ഗതികേട് ഓർക്കുമ്പോൾ പരിതാപം തോന്നുന്നു. സുധാകരന്റെ ആ തീ തുപ്പുന്ന വാക്കുകൾ രാഹുൽ ഗാന്ധി അതീവ താല്പര്യത്തോടെ കേട്ടിരുന്നതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ അഭിനന്ദിച്ചതും സഖാക്കൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കേരളത്തിലെ 7000-ലധികം വരുന്ന തദ്ദേശ പ്രതിനിധികൾ പങ്കെടുത്ത ആ വിജയ സംഗമം വിളിച്ചു പറഞ്ഞത് ഒന്നാം നമ്പർ പാർട്ടി കോൺഗ്രസ് ആണെന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ ആണെങ്കിൽ നിയമസഭയിൽ UDF ഉജ്ജ്വല വിജയം നേടുമെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ കെ സുധാകരന് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഉറപ്പുകൾ പിണറായി സർക്കാരിന്റെ അന്ത്യത്തിന് തുടക്കം കുറിക്കുന്നതാണ്. സുധാകരന്റെ ഇനിയുള്ള വരവ് സഖാക്കൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും. അദ്ദേഹത്തിന് അർഹമായ വലിയ പദവികൾ കാത്തിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴേക്കും സഖാക്കളുടെ നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം കേൾക്കാൻ പോകുന്നത് സുധാകരന്റെ ആവേശകരമായ തിരിച്ചുവരവിനെ കുറിച്ചായിരിക്കും. സഖാക്കളുടെ നെഞ്ചകം തകർത്തുകൊണ്ട് കെ സുധാകരൻ നടത്തിയ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. എന്റെ നാട്ടുകാരനാണ്, ഞാൻ ലജ്ജിക്കുന്നു. ആ നാട്ടിൽ, ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. പിണറായി വിജയനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. എന്ത് നേട്ടമുണ്ടാക്കി? അധ്വാനിക്കുന്നവന്, തൊഴിലാളി വർഗത്തിന്, വിയർപ്പെടുക്കുന്നവന്, വിശക്കുന്നവന് എന്തുണ്ടാക്കി കൊടുത്തു ഈ സർക്കാർ? ശമ്പളം കൊടുത്തോ മര്യാദയ്ക്ക്? കൂലി കൊടുത്തോ മര്യാദയ്ക്ക്? തൊഴിലാളികൾക്ക് അതിന്റെ ആനുകൂല്യം കൊടുത്തോ? ഇവർക്കൊന്നും കൊടുക്കാതെ ഈ രാജ്യം ഭരിക്കാൻ ഉളുപ്പുണ്ടോ പിണറായി എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ നാട്ടുകാരനാണ്, ഞാൻ ലജ്ജിക്കുന്നു. ആ നാട്ടിൽ, ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ നാട് ഇന്നിപ്പോ എവിടെയാ ഉള്ളത്? നമ്മളൊക്കെ ഇന്നലെ വരെ കേട്ട് കേൾവിയില്ലാത്ത ശബരിമല അയ്യപ്പന്റെ സ്വർണം കടത്തിക്കൊണ്ടുപോയി. എത്ര കോടിയുടെ സ്വർണം? ഒരു തെളിവ് കിട്ടിയോ? ഒരു രേഖ കിട്ടിയോ? ഒരു നേരിയ തെളിവ് കിട്ടിയോ? എന്തുകൊണ്ട് കിട്ടിയില്ല? എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് തെളിവുകൾ ഉണ്ടാക്കുന്നില്ല? കോടാനുകോടി കോടി രൂപയുടെ സ്വർണം ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ട് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കാത്ത ഈ സർക്കാരിന് ഈ നാട് ഭരിക്കാൻ എന്തവകാശമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. എന്തുകൊണ്ടാണ് അന്വേഷിച്ചാൽ ആരുടെ കൈകൾക്കാണ് വിലങ്ങ് വെക്കേണ്ടി വരിക എന്ന് CPM-ന് അറിയാം. ആദ്യം പിടിച്ച 2 പേർ ജയിലിൽ കിടക്കുന്നവർ, അവർ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത 2 സന്നദ്ധ സഹചാരിയാണ്. തെളിവുകളിലേക്ക് പിന്നീടും പോയാൽ ഒരുപാട് CPM-ന്റെ ആളുകൾ കൈവിലങ്ങുമായി ജയിലിൽ പോകേണ്ടി വരും എന്ന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അറിയാം. എന്നതുകൊണ്ട് തന്നെ അന്വേഷണം വിട്ടില്ലേ? അന്വേഷണം നിർത്തിയില്ലേ? അന്വേഷണം പോരാത്തതിന്റെ പേരിൽ ഈ നാട്, ഈ ജനങ്ങൾ ആകെ അക്ഷമരായി നിന്നില്ലേ? സ്വർണം കിട്ടാത്ത
ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അതിന് കിട്ടാത്ത ഈ നാട്, അതിന് വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്ത കഴിവില്ലാത്തൊരു സർക്കാർ, ഈ സർക്കാർ എന്തിന് ഈ നാട് ഭരിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. ഓരോ സഖാക്കളോടും ചോദിക്കുന്നു, വിയർപ്പൊഴുക്കുന്ന ഭാരം ചുമക്കുന്ന തൊഴിലാളി വർഗത്തോട് ഞാൻ ചോദിക്കുന്നു, ആരാണ് ഇതിന്റെ പിറകിൽ? ആര് കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോയി? എന്തേ കണ്ടുപിടിക്കാത്തത്? എന്തുകൊണ്ട് പോലീസ് നടപടി ഉണ്ടാവുന്നില്ല? പരിശോധിക്കണം. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടൊരു നിയമം ഈ രാജ്യത്ത് എടുത്തുപയോഗിക്കാൻ സാധിക്കാത്തൊരു സർക്കാർ. ഈ നാടിന്റെ ഗതികേടല്ലേ? ഈ നാടിന്റെ ഗതികേടല്ലേ? പരിശോധിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എന്റെ അടുത്തൂട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പോകുമ്പോ എന്നെ ഓർമ്മിപ്പിച്ചു സമയം. എനിക്കതറിയാം. വലിയ ജനങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷെ ആവേശം വന്നാൽ ഞാൻ ഇത്തിരി പ്രസംഗിച്ചു പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തു പകരുന്ന ഒന്നായി ഇന്ന് മാറ്റാൻ നമുക്ക് സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് വീണ്ടും കാണാനും വീണ്ടും സംസാരിക്കാനുമുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു, ആശംസകൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.